ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സയാം വേൾഡ്. അപ്പോൾ ഇന്നൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് അരക്കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവ ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഡ്രൈ ആയ ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നല്ലോണം പതിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ചിട്ട് ഓവർ മിക്സ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മിക്സിയിൽ നിന്നും കുറച്ചായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 ഇഞ്ച് ടിന്നിലേക്ക് നമുക്ക് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഓവൺ ഇല്ലാണ്ടാണ് ബേക്ക് ചെയ്യാൻ പോണത്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിൽ 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 35 മിനിറ്റിന് ശേഷം കേക്കൊക്കെ ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറണം. നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ കേക്ക് 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇട്ട് ഫസ്റ്റിലിട്ട് നമുക്ക് 1 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. പതിയെ കൂട്ടിക്കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ക്രീം ഇവിടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ വീഴാത്ത വിധത്തിലായിരിക്കണം ക്രീം. ഇനി നമുക്ക് ഇച്ചിരി ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെൽറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ക്രീം തേച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ക്രീം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിയിൽ തന്നെ ക്രീം തേച്ച് കൊടുക്കാം. നല്ലതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം.
ഇനി നമുക്കൊരു ഷേപ്പർ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. മുകൾ ഭാഗമൊക്കെ നല്ല ക്ലീനായിട്ട് ചെയ്ത് കൊടുക്കാം. ഓരോ പ്രാവശ്യം ചെയ്യുന്തോറും നമുക്കിതൊന്ന് തുടച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അരമണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കാം. അരമണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് പുറത്തെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഇതെനിക്ക് ഓർഡർ ആയ ഒരു കേക്കാണ്. കസ്റ്റമർ പറഞ്ഞ ഒരു മോഡലിലാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് ചുറ്റിന് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.